അപ്പം എൻ്റെ കയ്യിൽ എന്താണെന്നറിയോ, നല്ല മാംഗോ ജാമാണ് കേട്ടാ. ഈ മാമ്പഴക്കാലത്ത് നമുക്ക് മാങ്ങയുടെ ജാമൊന്നും കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല കേട്ടാ. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ മതി. ഇങ്ങനെ ഉണ്ടാക്കി ബ്രെഡിൽ തേച്ച് കൊടുത്താൽ കുട്ടികൾ അടിപൊളിയായിട്ട് തിന്നോളൂ കേട്ടാ. മാമ്പഴം തിന്നാൻ മടിയുള്ളവർക്ക് കുറേ ആകുമ്പോൾ പിന്നെ മതിയാവുമല്ലോ മാമ്പഴമൊക്കെ. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടാ. നല്ല ടേസ്റ്റാണേ. അപ്പോൾ നമുക്കൊരു ബ്രെഡിൽ തേച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് പിന്നെ കഴിക്കാട്ടാ. കണ്ടോ, അടിപൊളിയല്ലേ? അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കും മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ലൈക്കും കമൻറ്റൊക്കെ തരണേ. അപ്പം നല്ല കാറ്റും മഴയായതുകൊണ്ട് ധാരാളം മാങ്ങ വീണിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിതൊക്കെ ചെത്തിയിട്ട് ചീഞ്ഞ് പോകുമ്പോഴേക്കും നമുക്കിത് ചെത്തി നല്ല ജാം ഉണ്ടാക്കി വെക്കാം കേട്ടോ. ഈ ജാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചപ്പാത്തിയുടെ കൂടെ ബ്രെഡിൻ്റെ കൂടെയൊക്കെ മധുരം ഇഷ്ടമുള്ളവർക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റണ നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു ജാമാണേ. ഇത് മരത്തിൻ്റെ മുകളിൽ തന്നെ നിന്ന് പഴുത്ത് വീഴുന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇതിങ്ങനെ കറുത്ത നിറത്തിലിരിക്കുന്നത്. മാവൊക്കെ വളരെ ഉയരത്തിലായതുകൊണ്ട് കയറി പൊട്ടിക്കണം കേട്ടോ. അല്ലാതെ പൊട്ടിക്കാൻ യാതൊരു മാർഗ്ഗവും ഇല്ല. താഴത്തുള്ളതൊക്കെ പച്ച പൊട്ടിച്ചിട്ട് ഉപയോഗിക്കും. പിന്നെ മുകളിലുള്ളതൊക്കെ അങ്ങനെ നിന്ന് പഴുത്ത് തന്നെ താഴെ വീഴുമ്പോഴാണ് കേട്ടോ എടുത്ത് ഉപയോഗിക്കുക. അതുകൊണ്ടാണ് ഇതിങ്ങനെ കറുത്ത നിറമായിട്ടുള്ളത്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കേടൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ മാത്രം കഴിച്ചാൽ പോരല്ലോ, ഈ മലയണ്ണാനും മണ്ണാന്മാരൊക്കെ വന്നിട്ട് കുറേ പൊട്ടിച്ച് തിന്നിട്ട് പോകട്ടാ. അപ്പോൾ നമ്മൾ കൊത്തിയിലൊന്നും നമ്മൾ ഉപയോഗിക്കാൻ എടുക്കില്ല. അവരൊക്കെ ഭൂമിയുടെ അവകാശികൾ എന്ന് പറയണ പോലെ അവർക്കും തിന്നണ്ടേ. അപ്പം മാമ്പഴക്കാലത്ത് അവർ മാങ്ങ തിന്ന് അങ്ങനെ പോട്ടെ. അപ്പം ഞാൻ മാങ്ങയൊക്കെ തൊലി പൊളിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെത്തിയെടുക്കുകയാണ് കേട്ടോ. നല്ല പോലെ പഴുത്തു ഇത്. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഇരിക്കണേ. നല്ല പോലെ പഴുത്തുട്ടത്. മരത്തിൻ്റെ മുകളിൽ നിന്ന് പഴുത്ത് വീണതാണേ. അതുകൊണ്ടാണ് നല്ല പഴുത്തളിഞ്ഞു. പിന്നെ ഭംഗിയൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് ജ്യൂസ് അടിച്ചെടുക്കാനുള്ളതാണ്. അപ്പം ഞാനിതിൻ്റെ ചെത്തിയെല്ലാം ചെത്തിയെടുക്കാണ് കേട്ടോ. ഈ മാങ്ങയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ബഡ് ചെയ്തിട്ടുള്ള മാവുണ്ടായിട്ടുള്ള മാങ്ങയാണ് കേട്ടോ. അതുകൊണ്ട് ഇതിന് തീരെ നാരില്ല. അപ്പോൾ ജ്യൂസ് അടിക്കുമ്പോൾ അരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മൂവാണ്ട മാങ്ങയൊക്കെയാണ് ഇതിനായിട്ട് ഉപയോഗിക്കണത് വെച്ചാൽ ജ്യൂസ് അടിച്ചതിന് ശേഷം നല്ലൊരു തുണിയിൽ വെച്ച് അരിച്ചെടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പം ഞാൻ ഇനി അടുത്തതായിട്ട് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിന് വെള്ളം ഒഴിക്കരുത് കേട്ടോ. വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വറ്റി വരാൻ കുറേ സമയം പിടിക്കും. വെള്ളം ഒഴിക്കാതെ തന്നെ നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ ദേ ഞാനിത് അടിച്ച് ഒരു ഉരുളിക്ക് മാറ്റിയാണ് കേട്ടോ. ഇതിപ്പോൾ നാരുള്ള മാങ്ങയാണെങ്കിൽ നമ്മൾ ഇത് അരിച്ചിട്ട് വേണം എടുക്കാനായിട്ട് കേട്ടോ. അത് തീരെ നാരില്ലാത്തതായതുകൊണ്ട് ഞാൻ അരിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതായത് ഞാൻ രണ്ടാമട്ടും മിക്സിയിൽ ജാറിലിട്ട് അടിക്കാൻ പോവാണ്. അങ്ങനെ 2 പ്രാവശ്യം അടിക്കാനായിട്ടുള്ള മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതും അടിച്ച് ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് പിന്നെ നമ്മൾ മിക്സിയുടെ ജാറിൽ ബാക്കിയുള്ള ഭാഗമൊക്കെ കൈ കൊണ്ട് നന്നായി വടിച്ചിങ്ങനെ ഒഴിക്കണം കേട്ടോ. വെള്ളം ഒഴിച്ച് കഴുകി ഒഴിക്കരുത്. തീരെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. വെള്ളം വന്നു കഴിഞ്ഞാൽ പിന്നെ വറ്റാൻ അത്രയും സമയമെടുക്കും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് അടുപ്പിൽ ആണ് വെക്കണേ കേട്ടോ. അടുപ്പിലാകുമ്പോൾ പെട്ടെന്ന് വറ്റി കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ അടുപ്പത്തേക്ക് കത്തിച്ചിട്ട് ഉരുളി അടുപ്പത്തേക്ക് വെച്ചു. അപ്പോൾ വെച്ചപ്പോഴത്തേക്കും തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ, അടി പിടിക്കാതിരിക്കാൻ. നമ്മൾ തീരെ വെള്ളം ചേർക്കാത്തതുകൊണ്ട് ചൂടാകുമ്പോൾ തന്നെ അടുക്കി പിടിക്കാൻ തുടങ്ങും. അപ്പോൾ നന്നായി ഇളക്കി കൊടുക്കണേ. അപ്പോൾ ഇതൊരു 10-20 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ അതിൽ അടുത്ത ചേർക്കാനുള്ള ചേരുവയൊക്കെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നന്നായി തീ കത്തിച്ചിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ ഇതാ കുറച്ച് നേരത്തിന് ശേഷം ഇങ്ങനെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ സമയത്ത് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തു കേട്ടോ. ഇത് നല്ല മധുരമുള്ള മാങ്ങ ആയതുകൊണ്ടാണ് 1/4 കപ്പ് ചേർക്കണുള്ളൂ. മധുരം കുറവുള്ള പുളിയുള്ള മാങ്ങകളാണെങ്കിൽ അതിനനുസരിച്ച് മധുരം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇത് നന്നായി ഇളക്കി കൊടുക്കുമ്പോൾ പഞ്ചസാര വരുമ്പോൾ അതിങ്ങനെ ഒന്ന് മെല്ലെ അയഞ്ഞ് വരും. അത് കുഴപ്പമില്ല. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ വീണ്ടും കട്ടയായിട്ട് വരും കേട്ടോ. അതുവരെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു അരമുറി നാരങ്ങയുടെ നീരാണ് കേട്ടോ. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ പഞ്ചസാരയും നാരങ്ങ നീരും നമുക്ക് ഇതിലേക്ക് പ്രിസർവേറ്റീവ്സ് ആയിട്ട് പ്രവർത്തിക്കും കേട്ടോ. നമ്മൾ വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ഉപയോഗിക്കണില്ലല്ലോ. അപ്പോൾ ഇത് രണ്ടും നല്ല രീതിയിൽ ഇത് കേടുവരാതിരിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ഇത് ചേർത്തെന്ന് വെച്ചിട്ട് ഇത് പുറത്ത് വയ്ക്കാൻ പാടില്ല കേട്ടോ. ഫ്രിഡ്ജിനകത്ത് വെച്ച് സൂക്ഷിക്കണം കേട്ടോ. എന്നാലാണ് കേടുവരാതിരിക്കുള്ളൂ. അപ്പോൾ ഒരു 3-4 മാസമൊക്കെ നാശമാകാതിരിക്കും കേട്ടോ. ഇനി ഇത് നന്നായി ഇളക്കി കൊടുക്കുക. അത് വറ്റി വരാൻ കുറച്ച് സമയം പിടിക്കും. അപ്പോഴത്തേക്കും ഞാനിതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത് കേട്ടോ. ഈ മാങ്ങേനെ കുറിച്ചിട്ടൊക്കെ ആലോചിക്കുമ്പോൾ നല്ല രസകരമായിട്ടുള്ളൊരു കഥ എൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ വരികയാണ് കേട്ടോ. ഞാനാണ് കേട്ടോ എൻ്റെ വീട്ടിലെ ചെറിയ കുട്ടി. എനിക്ക് 2 ചേച്ചിമാരാണ്. പിന്നെ അപ്പോൾ വീട്ടിലെ എല്ലാവരെയും കുഞ്ഞു കുട്ടി ഞാനാണ്. പിന്നെ എനിക്ക് കുറേ ഫ്രണ്ട്സ്, ഒരു കുട്ടിപ്പട തന്നെ ഉണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ പഴയ വീട്ടിലാകുമ്പോഴാണ് കേട്ടോ, അന്നത്തെ വീട് ഓട് വീടാണ്. ആ വീടിനോട് ചേർന്ന് തന്നെ ഒരു മാവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ മാവുമ്പന്ന് എപ്പോഴും കല്ലെറിഞ്ഞ് മാങ്ങ പൊട്ടിക്കലാണ് പണി. അപ്പോൾ അച്ഛൻ ജോലിക്ക് പോകും, പിന്നെ അമ്മയ്ക്ക് പശുവും കുറേ പണികളും അങ്ങനെ കുറേ പണികളുണ്ടായിരുന്നു. അപ്പോൾ അമ്മ പിന്നെ ഇതൊന്നും ശ്രദ്ധിക്കില്ല. അപ്പോൾ ഈ മുറ്റത്ത് കുറേ ഫ്രണ്ട്സും ഞങ്ങളും മാത്രം ഭയങ്കര കളിയാവും. അപ്പോൾ ഈ മാങ്ങ എറിഞ്ഞിട്ട് ഓട് മൊത്തം പൊട്ടിക്കും കേട്ടോ. വേനൽക്കാലമായ മൊത്തം ഓടും പൊട്ടിച്ചിട്ടുണ്ടാവും മാങ്ങ എറിഞ്ഞിട്ട്. പിന്നെ വർഷക്കാലം വരുമ്പോഴാണ് വെള്ളം ഒറ്റിയേറ്റി വീഴുമ്പോഴാണ് മാങ്ങ എറിഞ്ഞിട്ട് ഇവന്മാർ നിറച്ച് ഓട് പൊട്ടിച്ചിട്ടുണ്ടല്ലോ എന്ന് അച്ഛൻ പറയാട്ടാ. പിന്നെ മാങ്ങ കല്ലെറിയാൻ ഞങ്ങളുടെ പ്രായത്തിലുള്ള കുറേ ഒരു ടീം തന്നെ ഉണ്ട് കേട്ടോ. ഞങ്ങളൊക്കെ മാങ്ങ കല്ലെറിഞ്ഞ് പറക്കി കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ ചേച്ചിമാരുടെ ഒരു ടീമുണ്ട്. അവർ വേറെ ടീമാണ്, അവർ കുറച്ച് വലുതായതല്ലേ. അപ്പോൾ അവർ ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അമ്മിക്കല്ലിൽ വെച്ചിട്ട് ചതച്ച് തരും കേട്ടോ. എന്ത് ടേസ്റ്റാണെന്നറിയോ അതിങ്ങനെ ആലോചിക്കുമ്പോൾ. സത്യം പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഉണ്ടാക്കണേക്കാളും ആ കുട്ടിക്കാലത്ത് കിട്ടിയിരുന്ന ആ മാങ്ങയുടെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് അടിപൊളിയായിരുന്നു. അങ്ങനെ ചതച്ച് തരും കേട്ടോ അവർ. അങ്ങനെ ഒരു ദിവസം ശരിക്കും പണി കിട്ടിയിട്ടാ. ഇങ്ങനെ ഒരുപാട് മാങ്ങ ഉപ്പും മുളകും ചേർത്ത് ചതച്ച് കഴിച്ചിട്ട് അടി കൂടിയിട്ട് സാമർഥ്യമുള്ളവർ കുറേ കഴിക്കും, അല്ലാത്തവർക്ക് കുറച്ച് കിട്ടും. അതിലൊന്നും വിഷയമില്ല, പങ്കുവെക്കലൊന്നുമില്ല, കൈയിട്ട് വാരി മന്തി തിന്നലാണ് കേട്ടോ പണി. അങ്ങനെ എന്നിട്ട് ഒരുപാട് കഴിച്ചിട്ട് ഒരു ദിവസം പൊരിഞ്ഞ് ഛർദിട്ടാ, അടിപൊളി ഛർദി, തൊണ്ടയൊക്കെ പൊട്ടിയിട്ട് ചോര വന്നു കേട്ടാ. തൊണ്ട പൊട്ടി ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ചതച്ച മാങ്ങ ജസ്റ്റ് ചതച്ചിട്ടല്ലേ ഉള്ളൂ, അമ്മീമ്മ ചതച്ചതല്ലേ, അതിങ്ങനെ തൊണ്ടയിൽ കൂടെ നിരങ്ങി പുറത്തേക്ക് വന്നതാണേ. എന്നിട്ട് പിന്നെ എല്ലാവരും പറഞ്ഞാൽ മിണ്ടാണ്ട് കിടന്നോ, അമ്മ വന്നിട്ടുണ്ടെങ്കിൽ തല്ലി കിട്ടുമെന്ന് പറഞ്ഞിട്ട് മിണ്ടാണ്ട് കിടന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മ കിട്ടാം. അങ്ങനെ കുട്ടിക്കാലത്തേക്ക് ഒരു യാത്ര പോയി വരുമ്പോഴത്തേക്കും നമ്മുടെ മാമ്പഴ ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം അതേ എല്ലാവരുടെ വീട്ടിലും മാമ്പഴം പഴുത്ത് വെറുതെ പോകാമെന്ന് എനിക്കറിയാം. അപ്പോൾ എല്ലാവർക്കും കുട്ടികൾക്ക് ഇങ്ങനെ ഒരു ജാം ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.